നമസ്കാരം. ഇറാനുമായുള്ള നയതന്ത്ര ചർച്ചകൾ വഴിമുട്ടിയതോടെ അതിശക്തമായ സൈനിക ഭീഷണി ഉണ്ടാകുമെന്ന മുന്നറിയിപ്പുമായി എത്തിയിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. സമാധാന ചർച്ചകൾ ഫലം കാണാതെ പിരിഞ്ഞതോടെയാണ് സകലതും തകർത്തുകളയുമെന്ന ഭീഷണിയുമായി ട്രംപ് ഇറാനു നേരെ എത്തിയിരിക്കുന്നത്. അമേരിക്കയുടെ ധാർഷ്ട്യത്തിനു മുന്നിൽ മുട്ടുമടങ്ങാനോ വഴങ്ങാനോ ഇറാന് തൽക്കാലം സൗകര്യമില്ല എന്ന തങ്ങളുടെ നയം വ്യക്തമാക്കിയിരിക്കുകയാണ്. ചർച്ചകൾ തീരുമാനമാകാതെ പിരിഞ്ഞതോടെയാണ് തങ്ങളുടെ നയം ഇറാൻ വ്യക്തമാക്കിയത്. അതോടെയാണ് ഭീഷണി എന്ന കാർഡുമായി ട്രംപ് ഇറങ്ങിയത്. ഏതായാലും ഇറാനെ കേവലം ഒരു ദിവസം കൊണ്ട് തകർത്ത് കളയാമെന്ന് അമേരിക്കയ്ക്ക് സാധിക്കുമെന്നും വൈകാതെ തന്നെ അവർ അത് നിബന്ധനകൾക്കനുസരിച്ച് അംഗീകരിച്ചില്ലെങ്കിൽ അവർ അത് നടപ്പാക്കും എന്നാണ് ട്രംപിന്റെ പക്ഷം. ചർച്ച മേശയിലേക്ക് മടങ്ങിയെന്നും ട്രംപിന്റെ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരുന്നു. അതായത് ഒരു അന്താരാഷ്ട്ര വാർത്താ ചാനൽ നൽകിയ അഭിമുഖത്തിലായിരുന്നു ട്രംപ് തന്റെ കർക്കശമായ നിലപാട് വ്യക്തമാക്കിയത്. ഇറാൻ ഉയർത്തുന്ന ഭീഷണികൾക്ക് മറുപടിയായി ലോകം ഇതുവരെയും കാണാത്ത തരത്തിലുള്ള തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന സൂചനയാണ് ട്രംപ് നൽകുന്നത്. ഇറാന്റെ ഊർജ നിലയങ്ങളെയും വൈദ്യുത ഉൽപാദന കേന്ദ്രങ്ങളെയും ലക്ഷ്യമിടുന്ന നീക്കങ്ങളെ കുറിച്ചാണ് ട്രംപ് പ്രധാനമായും സൂചിപ്പിക്കുന്നത്. കേവലം ഒരു മണിക്കൂർ കൊണ്ട് ഇറാന്റെ ഊർജ മേഖലയെ നിശ്ചലമാക്കാൻ അമേരിക്കയ്ക്ക് കഴിയുമെന്നും ഒരിക്കലും തകർക്കപ്പെട്ടാൽ, അതായത് ഒരു പ്രാവശ്യം തകർത്തെറിഞ്ഞാൽ അത് പുനർനിർമ്മിക്കാൻ 10 വർഷത്തിലേറെ വേണ്ടി വരും എന്നാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. തന്ത്രപ്രധാനമായ പാലങ്ങളും മറ്റടിസ്ഥാന സൗകര്യങ്ങളും തകർത്തു കളയുമെന്നും ഒരു നാഗരികത തന്നെ ഇല്ലാതാക്കാനുള്ള രീതിയിലുള്ള സൈനിക നടപടിക്ക് മടിക്കില്ല എന്നുമാണ് ട്രംപിന്റെ ഭീഷണി. അമേരിക്കയുടെ ഈ കർശന നിലപാടാണ് ഇറാനെ ചർച്ചകൾക്ക് പ്രേരിപ്പിച്ചതെന്നായിരുന്നു അദ്ദേഹത്തിന്റെ അവകാശവാദം. ഏതായാലും യുദ്ധഭീതി വർദ്ധിപ്പിച്ചുകൊണ്ട് തന്നെയാണ് അതീവ തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്കിലൂടെ 2 അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ കടന്നുപോയത് എന്ന് ട്രംപ് സ്ഥിരീകരിച്ചിരിക്കുന്നു. USS ഫ്രാങ്ക് ഇപ്റ്റേഴ്സൺ, USS മൈക്കിൾ മർഫി എന്നീ ഗൈഡ് മിസൈൽ ഡിസ്ട്രോയിഡുകൾ മേഖലയിൽ നീക്കം ചെയ്തിരുന്നു. ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് കടലിടുക്കിൽ സ്ഥാപിച്ചിരുന്ന മൈനുകൾ നീക്കം ചെയ്തത് അന്താരാഷ്ട്ര കപ്പൽ പാതയ്ക്ക് സുരക്ഷിതമാക്കുകയാണ് ഈ ദൗത്യത്തിന്റെ ലക്ഷ്യമെന്നാണ് അമേരിക്കൻ സെൻട്രൽ കമാൻഡ് റിപ്പോർട്ട് ചെയ്യുന്നത്. അമേരിക്കൻ കപ്പലുകളുടെ ഈ സാന്നിധ്യം പശ്ചിമ ഏഷ്യയിൽ വലിയ ആശങ്കകൾക്കാണ് വഴിമരുന്നിട്ടിരിക്കുന്നത്. ഹോർമോസ് കടലിടുക്കിലൂടെ ഇറാൻ അനുമതി നൽകുന്ന കപ്പലുകളെ പോലും കടന്നു പോകാൻ അനുവദിക്കില്ല എന്നാണ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനം. അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും ഒഴികെ എല്ലാ കപ്പലുകളെയും നികുതി വാങ്ങി ഹോർമൂസ് കടലിടുക്കിലൂടെ കടത്തി വിടുമെന്ന ഇറാന്റെ പ്രഖ്യാപനത്തിന് വൻ തിരിച്ചടി കൂടിയാണ് ട്രംപിന്റെ ഈ പ്രഖ്യാപനം എത്തിയത്. എന്തായാലും ഇനി ഇറാന്റെ അനുമതിയോടെ കടന്നുപോകുന്ന കപ്പലുകളെ പോലും ഹോർമൂസ് കടലിടുക്കിൽ തടയുമെന്ന് പ്രഖ്യാപിച്ചിട്ടാണ് ട്രംപ്. ഇതോടെ ഇന്ത്യയിലേക്കുള്ള പാചകവാതക വരവും നിലയ്ക്കും. ലോകം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് അകപ്പെടും. ഇപ്പോഴത്തെ ഇന്ധനക്ഷാമത്താൽ വലയുന്ന രാജ്യങ്ങളെയെല്ലാം അമേരിക്കയുടെ പുതിയ നീക്കത്തോടെ പൂർണ്ണമായും പ്രതിസന്ധിയിലാക്കും. ഹോർമൂസ് കടലിടുക്കിലൂടെ കടന്നു പോകുന്ന എല്ലാ കപ്പലുകളെയും തടയുവാനും ഉപരോധിക്കുവാനും US നാവികസേനയ്ക്ക് ട്രംപ് ഉത്തരവ് നൽകുകയാണ്. ഇറാൻ ടോൾ വാങ്ങി കടത്തിവിടുന്ന ഒരു കപ്പലിനെയും അന്താരാഷ്ട്ര സമുദ്ര അതിർത്തിയിലൂടെ കടന്നുപോകാൻ അനുവദിക്കില്ല എന്നാണ് ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ വ്യക്തമാക്കിയത്. കടലിടുക്കിൽ ഇറാൻ സ്ഥാപിച്ചിട്ടുള്ള മൈനുകൾ നീക്കം ചെയ്യാൻ നാവികസേന നടപടി ആരംഭിക്കുമെന്നും അമേരിക്കൻ സേനയ്ക്കോ സമാധാനപരമായി യാത്ര നടത്തുന്ന കപ്പലുകൾക്കോ നേരെ ഇറാൻ വെടിയുതിർത്താൽ ശക്തമായി തിരിച്ചടി നൽകുമെന്നാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്.